പരിക്കേറ്റ ഒരു പ്രവർത്തകനെയാണ് ഇപ്പോൾ BJP നേതൃത്വം ഇടപെട്ടുകൊണ്ട് പ്രവർത്തകർ എത്തി ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തുന്നത്. ജലപീരങ്കി പ്രയോഗത്തിലാണ് ഒരു പ്രവർത്തകന് പരിക്കേറ്റത്. ഇപ്പോൾ വാഹനത്തിലേക്ക് കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് BJP പ്രവർത്തകർ. ഏറെ നേരത്തെ സംഘർഷത്തിലേക്ക് പോയപ്പോഴാണ് ജലപീരങ്കി പ്രയോഗം പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. മറ്റു നടപടികളിലേക്ക് പോലീസ് തൽക്കാലം പോയിട്ടില്ല. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകാത്ത മുറയ്ക്ക് മാത്രമേ മറ്റു നടപടികളിലേക്ക് പോലീസ് പോവുകയുള്ളൂ. BJP തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സമരം KPCC ഓഫീസിലേക്ക് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ കോൺഗ്രസ് MPമാർ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിലും പ്രതിഷേധത്തിനും പിന്നാലെയാണ് അതിന് പകരമായി ഇപ്പോൾ BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗമായി KPCCയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. രാജീവ് ചന്ദ്രശേഖർ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത ശേഷം മടങ്ങിപ്പോവുകയാണെന്നാണ് കരുതുന്നത്. BJP ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രവർത്തകർ ശാന്തരായി പിന്നോട്ട് പോയിട്ടില്ല. പ്രകോപനം തുടരുകയാണ്. ചില പ്രവർത്തകർക്ക് പോലീസിന്റെ ജലപീരങ്കി പ്രയോഗത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ചിലർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിട്ടുണ്ട്. അവരെയാണ് ഇപ്പോൾ പ്രവർത്തകർ ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു ദൃശ്യമാണ് കാണുന്ന. വാഹനത്തിലാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ജലപീരങ്കി പ്രയോഗത്തിൽ പരിക്കേറ്റ ആളുകളെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, മാർച്ച് അല്പം പ്രകോപനപരമായിരുന്നു. ഇപ്പോൾ ശാന്തമാകുന്നുണ്ടോ? എത്ര പേർക്ക് പരിക്കേറ്റവരെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. വിവരങ്ങൾ പ്രതീക്ഷ. KPCC ആസ്ഥാനത്തേക്കുള്ള BJPയുടെ മാർച്ച് സംഘർഷഭരിതമായി തുടരുകയാണ്. ആദ്യം ഈ മാർച്ച് പ്രകടനമായി എത്തിയപ്പോൾ ബാരിക്കേഡുകൾ മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. അത് പോലീസ് ശക്തമായി തടഞ്ഞു. അതിനുശേഷം പിന്നീട് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കൾ ഉദ്ഘാടന പ്രസംഗം അടക്കം നടത്തി മാറിയ ശേഷമാണ് ഇപ്പോൾ വീണ്ടും സംഘർഷം ആരംഭിച്ചിരിക്കുന്നത്. ആ KPCC ആസ്ഥാനത്തേക്ക് പോകുന്ന റോഡിന് കുറുകെ വെച്ചിരിക്കുന്ന ബാരിക്കേഡുകൾ തള്ളി മാറ്റാനാണ് ഇപ്പോൾ പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2-3 ബാരിക്കേഡുകൾ റോഡിന് നടുവിലേക്ക് വലിച്ച് എറിഞ്ഞിട്ടുണ്ട്. ബാക്കി ബാരിക്കേഡുകൾ അവിടെ നിന്ന് പ്രവർത്തകർ നീക്കുന്നുണ്ട്. പോലീസും പ്രവർത്തകരും തമ്മിൽ ആ ബാരിക്കേഡ് മാറ്റുന്നത് സംബന്ധിച്ചുള്ള ഒരു ബലാബലം ആണ് നടക്കുന്നത്. പോലീസ് പരമാവധി സംയമനം പാലിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പരമാവധി ആ പ്രവർത്തകർക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോലീസ് ആക്ഷനിലേക്ക് പോകാതിരിക്കാനുള്ള സംയമനം പോലീസ് അവിടെ പാലിക്കുന്നുണ്ട്. 2-3 തവണ ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചു. ഇപ്പോൾ പ്രവർത്തകർ ഈ പ്രകോപിതരാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം വനിതാ പ്രവർത്തകയ്ക്ക് നേരെ പുരുഷ പോലീസിന്റെ അതിക്രമം ഉണ്ടായി, പുരുഷ പോലീസ് മർദ്ദിച്ചു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ പ്രകോപിതരായി പ്രവർത്തകർ ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇതിനിടയിൽ ഒരു BJP പ്രവർത്തകന് പരിക്കേറ്റു. ആ പരിക്കേറ്റ പ്രവർത്തകനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഏതായാലും പോലീസ് ഈ ബാരിക്കേഡ് വെച്ചിരിക്കുന്നതിന്റെ ഒരു വശത്തുകൂടി ചില പ്രവർത്തകർ KPCC ആസ്ഥാനത്തിന്റെ ഭാഗത്തേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ പോലീസ് ഒരു മതിൽ പോലെ നിന്നുകൊണ്ട് അത് തടുക്കുകയാണ്. അവിടെ പോലീസുമായിട്ട് വലിയ ബലപ്രയോഗം നടക്കുന്നുണ്ട്, ഉന്തുന്തള്ളി നടക്കുന്നുണ്ട്. പോലീസ് ഇടപെട്ട്, മുതിർന്ന ഉദ്യോഗസ്ഥർ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. S സുരേഷ് അടക്കമുള്ള നേതാക്കളും അവിടെ പ്രവർത്തകർക്ക് സംയമനം വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഏതായാലും സംഘർഷത്തിന് അയവൊന്നുമില്ല. പരമാവധി ഈ പ്രവർത്തകർ ഇന്ദിരാഭവന്റെ ഭാഗത്തേക്ക് എത്താതിരിക്കാനാണ് പോലീസ് ശ്രദ്ധിക്കുന്നത്. കാരണം അതിനിടയിൽ സാധാരണഗതിയിൽ സെക്രട്ടേറിയറ്റിലൊക്കെ സമരം നടക്കുമ്പോൾ BJP പ്രവർത്തകരുടെ ഭാഗത്ത് അത്തരം ശ്രമങ്ങൾ, അതായത് ഈ മതിൽ ചാടി വളപ്പിലേക്ക് കടക്കാനൊക്കെയുള്ള ശ്രമം നടത്താറുണ്ട്. അപ്പോൾ ഏതെങ്കിലും വഴിയിലൂടെ ഈ വെള്ളയമ്പലം ഭാഗത്തു നിന്നോ ശാസ്ത്രമംഗലം ഭാഗത്തു നിന്നോ പ്രവർത്തകർ KPCC ആസ്ഥാനത്തേക്ക് ചാടിക്കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പരമാവധി തടയാനാണ് പോലീസ് ശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും ഒരു സംരക്ഷണം KPCC ആസ്ഥാനത്തിന് ചുറ്റും പോലീസ് ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല പ്രധാനപ്പെട്ട BJPയുടെ പ്രധാനപ്പെട്ട ജില്ലാ സംസ്ഥാന നേതാക്കൾ ഈ സമരത്തിൽ മുൻനിരയിൽ തന്നെയുണ്ട്. അവരാരും അവിടെ നിന്ന് പോയിട്ടില്ല. അപ്പോൾ സംസ്ഥാന നേതാക്കളടക്കം നേതൃത്വം കൊടുക്കുന്ന ഒരു മാർച്ചാണ്. ഇപ്പോൾ വനിതാ പ്രവർത്തകരും വനിതാ പോലീസും തമ്മിലുള്ള ഒരു ബലപ്രയോഗം നടക്കുന്നുണ്ട്. അവിടെ പോലീസ് പ്രധാനപ്പെട്ട റോഡാണ് ഈ ശാസ്ത്രമംഗലം വെള്ളയമ്പലം റോഡ്. അപ്പോൾ ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുമല്ലോ.
തീർച്ചയായിട്ടും വെള്ളയമ്പലം ശാസ്തമംഗലം റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. ആ റോഡിന് കുറുകെയാണ് ബാരിക്കേഡ് വെച്ച് പോലീസ് പ്രവർത്തകരെ തടഞ്ഞിരിക്കുന്നത്. അതുവഴി വാഹനങ്ങൾ പോകുന്നില്ല. മാത്രമല്ല സമീപത്തെ കടകളിലൊക്കെ ഷട്ടറുകൾ താഴ്ത്തിയ നിലയിലാണ്. ഏതെങ്കിലും തരത്തിൽ കല്ലേറോ മറ്റോ ഉണ്ടായാൽ ആ ചില്ലുകൾക്കൊക്കെ നാശം സംഭവിക്കും. അതുകൊണ്ട് തന്നെ അത്തരം സംയമനം അല്ലെങ്കിൽ അത്തരം പ്രവർത്തനം ഉണ്ടാകുമ്പോൾ ആശങ്കയോടെ ഈ കടകളൊക്കെ ഷട്ടറുകൾ താഴ്ത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു പ്രവർത്തകയെ അറസ്റ്റ് ചെയ്ത് മാറ്റാൻ ആണ് വനിതാ പോലീസ് ശ്രമിക്കുന്നത്. വനിതാ പ്രവർത്തകരെ അവിടെ നിന്ന് പോലീസ് വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നു. ഷോൺ ജോർജ് അടക്കമുള്ള നേതാക്കൾ അതിനെ പ്രതിരോധിക്കുകയാണ്. അങ്ങനെ പല ഭാഗങ്ങളിലായി ഈ വലിയ തോതിൽ പ്രവർത്തകരുടെ പങ്കാളിത്തം ഈ സമരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ജില്ലയിലെ ഒട്ടുമിക്ക നേതാക്കളും പ്രവർത്തകരുമെല്ലാം ഈ സമരത്തിൽ അണിനിരന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിനും ഈ സമരത്തെ നേരിടാനുള്ള അല്ലെങ്കിൽ പല ഭാഗത്തായിട്ട് പ്രവർത്തകരുമായി ബലപരീക്ഷണം നടത്തുകയാണ്. ഇപ്പോൾ വനിതാ പ്രവർത്തകരും പോലീസും തമ്മിൽ ഒരു ഭാഗത്ത് വലിയ സമരം നടക്കുന്നു. അവിടെ മേയർ വി രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും അടക്കം ഉള്ളവർ പോലീസിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ട്. പോലീസ് അവരിൽ ചില പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കാരണം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഈ രീതിയിൽ കുറേയധികം നേരം ഈ വാഹന ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ റോഡ് അങ്ങനെ തുടരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് സമരത്തിലുള്ള പ്രവർത്തകരെ നീക്കം ചെയ്തുകൊണ്ട് ഇത് സമരം അവസാനിപ്പിക്കാൻ പോലീസ് ശ്രമിക്കുന്നത്. കാരണം ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് ആക്ഷൻ സാധാരണഗതിയിൽ ജലപീരങ്കി പ്രയോഗത്തിലൊന്നും പ്രവർത്തകർ പിരിഞ്ഞു പോയില്ലെങ്കിൽ തുടർന്ന് ലാത്തിചാർജ് അടക്കമുള്ള പോലീസ് ആക്ഷനിലേക്ക് കടക്കാറുണ്ട്. പക്ഷേ ആഭ്യന്തരമന്ത്രിയുടെ കർശനമായ നിർദ്ദേശം പരമാവധി സംയമനം പാലിക്കണം. പ്രവർത്തകർക്ക് നേരെ അത്തരം ലാത്തിചാർജ് ഒക്കെ ഉണ്ടായാൽ അത് മറ്റ് രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. അതുകൊണ്ട് അത്തരം പോലീസ് ആക്ഷനിലേക്ക് പോലീസ് പഴി കേൾക്കുന്ന നിലയിലേക്ക് സമരത്തെ നേരിടരുത് എന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് പോലീസ് കൂടുതൽ സംയമനം പാലിക്കുന്നത്. ഏതായാലും സംഘർഷത്തിന് അയവില്ല. ഏതാണ്ട് ഒരു മണിക്കൂറിലധികമായി ഈ സംഘർഷ സാഹചര്യം തുടരുകയാണ്. ആദ്യം ഈ മാർച്ച് നേരത്തെ തന്നെ അറിയിച്ചതാണോ, പ്രതീക്ഷിച്ചതാണോ, അതോ പെട്ടെന്നുള്ള ഒരു മാർച്ചായിരുന്നു? അല്ല, ഇന്ന് രാവിലെ 11 മണിയോടെയാണ് 11 മണിയോടെ മാർച്ച് ഉണ്ടാകുമെന്നുള്ള അറിയിപ്പാണ് BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഉണ്ടായത്. BJPയുടെ മാധ്യമ വിഭാഗമാണ് അറിയിപ്പ് നൽകിയത്. അതായത് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് MPമാർ നടത്തിയ പ്രതിഷേധം അത് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. അതിൽ പ്രതിഷേധിച്ചാണ് പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുന്നിൽ കോൺഗ്രസ് നേതാക്കൾ പ്രകടനം നടത്തി എന്നത് കണക്കിലെടുത്തുകൊണ്ട് അതിലുള്ള പ്രതിഷേധം അറിയിക്കാനാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ ഈ KPCC ആസ്ഥാനത്തേക്ക് സംസ്ഥാനത്തെ കോൺഗ്രസ്, അതായത് അനന്തരം അഭിമാന പ്രശ്നമായി തന്നെ BJP സംസ്ഥാന നേതൃത്വം ഏറ്റെടുക്കുകയാണോ? കാരണം പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കാണല്ലോ, കല്യാൺ മാർഗിലേക്ക് നടന്നൊരു സമരമാണ്. അപ്പോൾ കേരളത്തിൽ എന്തായാലും തിരിച്ച് പകരം ഒരു പ്രതിഷേധം, ആ പ്രതിഷേധം ശ്രദ്ധിക്കപ്പെടുകയും വേണം എന്ന രീതിയിലേക്കാണെങ്കിൽ ഉടനെയൊന്നും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ സാധ്യതയില്ല. പോലീസുമായിട്ട് കൂടുതൽ കയർക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇത് സാധാരണഗതിയിൽ ഒരു പ്രകടനം നടത്തി ജലപീരങ്കി പ്രയോഗമൊക്കെ കഴിഞ്ഞ് അവരുടെ പ്രതിഷേധം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞു പോവുകയാണ് സാധാരണ തലസ്ഥാന നഗരത്തിലെ ഈ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാവാറുള്ളത്. ചില ഘട്ടങ്ങളിൽ പോലീസുമായി ഏറ്റുമുട്ടലിലേക്ക് കലാശിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് ഇപ്പോൾ BJPയുടെ മാർച്ച് അത് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോകുന്ന ഒരു സ്ഥിതി അവിടെ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരമാവധി പ്രവർത്തകർ ഈ ബാരിക്കേഡുകൾ മാറ്റി മുന്നോട്ട് പോകാനുള്ള ശ്രമം തുടരുകയാണ്. നമുക്ക് അറിയാം, നിലവിൽ BJP ചില ആരോപണങ്ങളൊക്കെ നേരിടുന്നുണ്ട്. സാമ്പത്തിക ക്രമക്കേടടക്കമുള്ള ആരോപണങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ കൂടി സംസ്ഥാന നേതൃത്വം നടത്തുന്ന സമരമാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ ഈ കാര്യം ചോദിച്ചിരുന്നു. ഈ KPCC ആസ്ഥാനത്തേക്ക് BJP പ്രതിഷേധ മാർച്ചുമായി വരുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹവും വിമർശാത്മകമായ മറുപടിയാണ് നൽകിയത്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഇടയിൽ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവർ വരട്ടെ, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന രീതിയിൽ മുനവെച്ച ഒരു വിമർശനമാണ് VD സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് BJPയിലെ ആഭ്യന്തര തർക്കങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ ചോദ്യത്തിന് മറുപടി നൽകിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ BJPയിലെ ആന്തരിക പ്രശ്നങ്ങളിൽ നിന്ന് തൽക്കാലം തലയൂരാൻ കൂടി ഈ സമരത്തെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള വിമർശനം സ്വാഭാവികമായിട്ടും ഉയരുക തന്നെ ചെയ്യും. ഏതായാലും ആ ഘട്ടത്തിലാണ് ഈ സമരം എന്നുള്ളത് മറ്റൊരു രാഷ്ട്രീയ വ്യാഖ്യാനത്തിന് ഇട നൽകുകയും ചെയ്യും. ഏതായാലും BJPയുടെ സമരം അവസാനിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട നേതാക്കൾ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ്, അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറിമാർ,
അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ സമരമുഖത്ത് ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഷോൺ ജോർജ് അടക്കമുള്ള യുവനിരയും ഉണ്ട്. അപ്പോൾ അവരെല്ലാം സജീവമായി തന്നെ സമരത്തിന്റെ മുന്നിൽ നിൽക്കുന്നു. അതിനിടയിൽ പ്രവർത്തകർ ബാരിക്കേഡുകൾ അവിടെ നിന്ന് നീക്കി മുന്നോട്ട് പോയി പോലീസിനോട് ഒരു പ്രകോപനപരമായ നിലപാട് എടുക്കുന്നുണ്ട്. പക്ഷേ അവിടെയെല്ലാം പോലീസ് സംയമനം പാലിക്കുകയാണ്. ജലപീരങ്കി പ്രയോഗം മാത്രമാണ് നടത്തിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ പ്രവർത്തകർക്ക് നേരെ ലാത്തി ചാർജോ അതല്ലെങ്കിൽ മറ്റ് ലാത്തി വീശലടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് പോയിട്ടില്ല. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ, അതായത് അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇടപെട്ട് നേതാക്കളുമായി അനുനയ ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം ഈ റോഡ് അധിക നേരം ഇങ്ങനെ അടച്ചിടാൻ കഴിയില്ല. ഇപ്പോൾ ഭാഗികമായി അവിടെ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഈ ചെറുവാഹനങ്ങൾ, കാറ്, ബൈക്ക് ഒക്കെ പോകാനുള്ളൊരു വഴി ഒരു ഭാഗത്ത് തുറന്നിട്ടുണ്ട്. ഒരു റോഡ് പൂർണ്ണമായും, ഒരു വേ പൂർണ്ണമായും, അവിടെ വൺ വേ ആണ്, ടു വേ ആണ്. അപ്പോൾ അതിലൊരു ഭാഗം പൂർണ്ണമായും അടച്ചു വെച്ചിരിക്കുകയാണ്. മറ്റ് റോഡിലൂടെയാണ് വാഹനം പോകുന്നത്. പക്ഷേ വലിയ ബസ്സുകളടക്കമുള്ള വാഹനങ്ങൾ അതുവഴി പോകുന്നില്ല. ഏതായാലും ഈ ഗതാഗത സ്തംഭനം തുടരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ പ്രവർത്തകരോട് പിരിഞ്ഞു പോകാനുള്ള നിർദ്ദേശവും നേതാക്കളെ കൊണ്ട് അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. പക്ഷെ അതൊന്നും വിലപ്പോകുന്ന ലക്ഷണമില്ല. സംഘർഷം പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ബലപ്രയോഗവും തുടരുകയാണ്. അത് ഓരോ ഭാഗങ്ങളിലായിട്ട് KPCC ആസ്ഥാനത്തേക്കാണ് BJP പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയിരിക്കുന്നത്. സമരം ശക്തമാകുന്നു. പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ട് പോലീസിന്റെ ബാരിക്കേഡ് മറിച്ചിട്ടുകൊണ്ട് ഇന്ദിരാഭവനിലേക്ക് കയറാനുള്ള ശ്രമമാണ് BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനെ ചെറുക്കുകയാണ് ഇപ്പോൾ പോലീസ്. പരമാവധി സംയമനം പാലിച്ചുകൊണ്ട് ഈ സമരത്തെ നേരിടുക എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സമീപനം. അങ്ങനെയാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റേതെങ്കിലും തരത്തിലേക്ക് ഒരു കയ്യേറ്റത്തിലേക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നും കൈവിട്ടുള്ള ഒരു കളിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായിട്ട് കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് BJPയുടെ ഭാഗത്തു നിന്നും പോകും. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും സംയമനം, കരുതലോടെയുള്ള ഒരു പ്രതിരോധം ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ജലപീരങ്കി പ്രയോഗിച്ച പ്രവർത്തകരെ ശാന്തരാക്കാനുള്ള ശ്രമമാണ് നടത്തിയതെങ്കിൽ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. ഇനി ഒരു അടുത്ത ഘട്ടം എന്ന നിലയിലേക്ക് മാർച്ച് മാറുകയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് പോലീസിന് സ്വാഭാവികമായും സ്വീകരിക്കേണ്ടി വരും. പ്രധാനപ്പെട്ട റോഡാണ് ഈ വെള്ളയമ്പലം ശാസ്ത്രമംഗലം റോഡ്. അപ്പോൾ ആ റോഡ് അടച്ചിട്ടുകൊണ്ട് ആണ് ഈ ബാരിക്കേഡ് തീർത്തിരിക്കുന്നത്. കടകളും കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ തന്നെ അവിടെ അടച്ചിടുകയും ചെയ്തു. ഏറെ നേരം ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല. നഗരം കൂടുതൽ ഗതാഗത കുരുക്കിലേക്ക് പോകും. കാരണം ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്തിലേക്ക് അടുക്കുമ്പോൾ ഈ മാർച്ച് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പക്ഷേ പ്രവർത്തകരാരും സഹകരിക്കുന്നില്ല. കൂടുതൽ പേർ പ്രവർത്തകർ നഗര ഹൃദയത്തിലായതുകൊണ്ട് തന്നെ BJP പ്രവർത്തകർ കൂടുതലായി തമ്പടിക്കുന്ന ഒരു മേഖല ആയതുകൊണ്ടുകൂടി കൂടുതൽ പ്രവർത്തകർ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നു. BJP നേതൃത്വത്തിൻ്റെയും BJP ജില്ലാ ഘടകത്തിൽ നിന്നുള്ള നേതാക്കന്മാർ, പോഷക സംഘടന, യുവമോർച്ച ഉൾപ്പെടെ ഉള്ള മഹിളാ മോർച്ച നേതാക്കന്മാരെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. BJPയുടെ കൗൺസിലർമാർ ഈ മാർച്ചിനൊപ്പം ചെയ്യുന്നുണ്ട്. നേരത്തെ VV രാജേഷ് BJPയുടെ മേയർ സ്ഥലത്തേക്ക് എത്തി ഐക്യദാർഢ്യം അറിയിച്ചിരുന്നു. അടിച്ചമർത്താൻ